അമ്മൊരു മൂന്നാമത്തെ പ്രാവശ്യം കഴിച്ച് എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരാം, ഇതിൽ നീ ഫെയിൽ ആവുകയാണെങ്കിൽ ഒന്നുമില്ല നമ്മൾ ചായ കുടിച്ച് ഗുഡ് ബൈ പറഞ്ഞ് പിരിയും, ഇതിൽ ആവുകയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ മൂപ്പര് ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. അതിലും വന്നില്ല. അഞ്ചാമത്തെ മൂപ്പര് പിന്നെ പറഞ്ഞ് ഒരു ചാൻസ് കൂടി തരാം, അഞ്ചാമത്തെ പ്രാവശ്യം അതിലും ആവുന്നില്ല. അതുവരെ നല്ല കൂളായിട്ട് നിന്ന മനുഷ്യൻ പിന്നെ മൂപ്പരെ മൂടൊക്കെ മാറി. മൂപ്പര് അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് മറ്റേ എന്താ പറയുക കാലൊക്കെ തട്ടുന്നത്, ദേഷ്യം കാണിക്കുന്നത്, ഞാൻ ചീത്ത പറയുന്നത്. അങ്ങനെ ഞാനില്ല, ഒന്നുകൂടി ഞാൻ ഒരു ചാൻസ് കൂടി തരാം, അടുത്ത് ഒരു ചാൻസ് കൂടി തരാം. പിന്നെ മൂപ്പര് വന്നിട്ട് എന്നെ സൈഡിലെത്തി മൂപ്പര് വളച്ച് കാണിച്ചത് എങ്ങനെയാണ് തിരിക്കേണ്ടതാക്കേണ്ടത്. ഒരു ചാൻസ് കൂടി തരാം. എനിക്ക് എന്താ പറ്റുന്നത്? എനിക്ക് അപ്പോഴത്തെ എനിക്ക് ടെൻഷനായി. ഞാൻ ഫുള്ള് വേർത്ത് കുളിച്ച് എനിക്കിങ്ങനെ വെച്ചാൽ എനിക്ക് ജോലിയും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയിലായി. പക്ഷേ മൂപ്പരാണ് എന്നെ വിടുന്നില്ല. ഞാൻ നിനക്ക് ഓരോ പ്രാവശ്യം ഞാൻ ഫെയിൽ ആവാൻ പറയും, നിനക്ക് ഒരു ചാൻസ് കൂടി തരാം, ഒരു ചാൻസ് കൂടി തരാം. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഒപ്പം ഉള്ള ഹരിയാണ്. ഹരിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റി ഞാനൊരു 1.5 വർഷം മുമ്പ് ബർമിംഗ്ഹാമിൽ വെച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇപ്പം ഹരിനെ കാണാൻ വേണ്ടി നമ്മൾ ഷൂസ്ബറി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാണ്. അപ്പോൾ 2 വർഷം ഹരി ഒരു ട്രക്ക് ഡ്രൈവറായിട്ടുള്ള ഹരിയുടെ ജീവിതത്തിലെ കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകണം. ഓക്കെ, ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഒരു 2 വർഷം മുന്നുള്ള ഒരു അബീസിക്കയുടെ വീഡിയോയിൽ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഇപ്പം പറയാൻ പോകുന്നത്. ലൈസൻസ് എടുത്ത് കഴിഞ്ഞ പാടെ ഞാൻ കുറേ ജോലിക്ക് അപ്ലൈ ചെയ്ത സമയത്ത്, അതായത് ജോലി കുറേ ഇഷ്ടംപോലെ ജോബുണ്ട്, പക്ഷേ എല്ലാവരും മിനിമം 6 months എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഒരു ജോബ് കിട്ടാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിലർ ലൈസൻസ് എടുത്ത്, അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ലൈസൻസ് കിട്ടിയപാട് തന്നെ വലിയ വണ്ടി ഓടിക്കുക, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, മീൻസ് പെട്ടെന്ന് ജോലി കിട്ടുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ജോബ് ഈ ചെറിയ 7.5 ടൺ വണ്ടി, അതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതൊരു 6 months ഓടിച്ച് പിന്നെയാണ് ഞാൻ ആ 6 months എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വലിയ വണ്ടിയിലേക്ക് കയറിയതില്ല. അപ്പം ഇതിൽ കയറിയപ്പം എന്താണെങ്കിലും ഈ 2 വർഷം ഒത്തിരി നല്ല രസകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ എന്തായിരുന്നു? അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ജോബിന് 6 months എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മിനിമം 3 months എക്സ്പീരിയൻസ് ആണ് അധികം ആൾക്കാരും ഈ വലിയ ക്ലാസ് 1 ജോബിന് ചോദിക്കുക. അപ്പോൾ എനിക്ക് ലൈസൻസ് എടുത്ത് ഞാൻ 6 months വരെ ഞാൻ സാധാ നോർമൽ ചെറിയ ട്രെയിലർ അല്ലാത്ത വണ്ടിയാണ് ഞാൻ ഓടിച്ചത്. അങ്ങനെ ഞാൻ എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞിട്ടാണ് ജോബിന് കയറിയത്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചെന്താ, അതിപ്പോൾ ഇവിടെ ഇപ്പം UK ഇപ്പോൾ ഒരു വെയർ ഹൗസിൽ ഇപ്പോൾ ഒരു നോർമൽ പമ്പ് ട്രക്ക് തള്ളാൻ വരെ നമുക്ക് ട്രെയിനിങ് തരും, ഒരു ദിവസം പമ്പ് ട്രക്ക് തള്ളാനും അല്ലെ, അങ്ങനെയല്ലേ ഇവിടെ. അപ്പം ഞാൻ ഇത്രയും വലിയ വണ്ടിയാകുമ്പോൾ എന്തായാലും ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് ഞാൻ ഒരു ജോലി കണ്ടപ്പം 6 months എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞ് തള്ളി വിട്ടിട്ട് ഞാൻ ജോബിന് പോയി. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ട്രെയിനിങ് ഉണ്ടാകും, കൂടെ ഒരാൾ വരുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചു പോയത്. പക്ഷേ ഇവർ നേരെ എനിക്ക് കീ എടുത്ത് തന്നിട്ട് ഇതാണ് ഇന്ന ട്രെയിലർ, ഇന്ന യൂണിറ്റ് ഇതെടുത്തിട്ട് നേരെ ഓക്സ്ഫോർഡിലേക്ക് വിട്ടോ. ഞാൻ കുടുങ്ങിയില്ലേ എനിക്ക്. എന്നിട്ട് വെച്ചാൽ ഇപ്പം ഞാൻ ലൈസൻസ് കഴിഞ്ഞിട്ട് ലൈസൻസ് എടുക്കുന്ന സമയത്താണല്ലോ ഈ ട്രെയിലർ ഓടിച്ചത് റിവേഴ്സ് ചെയ്യാനൊക്കെ. അപ്പോൾ ആ സമയത്ത് വെച്ചാൽ എനിക്ക് ഇത് പ്രോപ്പറായിട്ട് റിവേഴ്സ് ചെയ്യാൻ അറിയില്ലായിരുന്നു. കാരണം എനിക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലല്ലോ, നാട്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസും ഇല്ല, ഇവിടെ നിന്നും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അവിടെ പോയിട്ട് ഇവരെൻ്റെ അടുത്ത് ഈ വണ്ടി എടുത്തിട്ട് ബോർഡ് വിട്ടോ പറഞ്ഞ്, അതാണ് ട്രെയിലറും യൂണിറ്റും വേറെ വേറെ ആയിരിക്കുമല്ലോ, നമുക്ക് കൊണ്ട് കണക്ട് ചെയ്യേണ്ടത് അമ്മാവല്ലേ. അപ്പോൾ എനിക്ക് അതുപോലെ ഞാൻ ആ ടെസ്റ്റിൻ്റെ സമയത്ത് ചെയ്തതാണ്. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞ് എനിക്ക് കറക്റ്റ് ആ ഒരു ഓർമ്മയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ അത് ആ കുടിക്കാൻ തന്നെ ഞാനൊരു 1.5 മണിക്കൂർ ഇട്ടു അവിടുന്ന് യാർഡിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴേ എന്നെ ഇവിടെ വിളിക്കുന്നുണ്ട്, നീ ഇറങ്ങിയില്ലേ, എവിടെ എത്തി ചോദിച്ചിട്ട്. അങ്ങനെ എങ്ങനെയല്ലോ അല്ല. അപ്പോൾ എനിക്ക് വേറെ അവിടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞത് ഇങ്ങനെ കറക്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് വരേണ്ടത്, വണ്ടി താത്താനുള്ളതൊക്കെ പറഞ്ഞെന്ന്. അങ്ങനെ അവിടുത്തെ എങ്ങനെയല്ലോ എടുത്ത് ഞാൻ വിട്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ എങ്ങനെയല്ലോ മീൻസ് അതായത് ലോഡ് ഇറക്കാൻ പോയ സ്ഥലത്ത് ഒരു 1 way സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അവിടെ റിവേഴ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വന്നില്ല. അതായത് നേരെ ആ ഒരു യാർഡിലേക്ക് കയറ്റി അവിടെ വണ്ടി നിർത്തി അൺലോഡ് ചെയ്ത് തിരിച്ചതേപോലെ വളച്ച് വരിക. അപ്പോൾ റിവേഴ്സിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വന്നില്ല. അപ്പോൾ UK വെച്ചാൽ ഇവിടെ സ്പേസ് കുറവുണ്ട്, എല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, ചെറിയ റോഡ്, ചെറിയ മീൻസ് ലോഡൊക്കെ ഇറക്കാനുള്ള സ്ഥലങ്ങൾ. അപ്പം ഞാൻ ഇതുകൊണ്ട് പോയി റോഡ് ഞാൻ കംപ്ലീറ്റ് ഞാൻ ബ്ലോക്ക് ആക്കി, ഫുൾ വണ്ടികൾ ബാക്കിൽ. അപ്പോൾ അതിപ്പം ഇത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കോട്ട് വലിക്കും, ട്രെയിലർ ഇങ്ങോട്ടേക്ക് പോകും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മുന്നോട്ട് പോകും, ട്രെയിലർ വലത്തോട്ട് പോകും, നേരെ പോകുന്നില്ല. എനിക്ക് ഫുൾ ബ്ലോക്ക്. അങ്ങനെ എങ്ങനെയല്ലോ അവിടേക്ക് എത്തിച്ച്. ഇനി പിന്നുള്ള വെച്ചാൽ അവിടുത്തെ ആ ബേയിലേക്ക് ഇത് ഡോക്ക് ചെയ്ത് വെക്കണ്ടേ, അതിന് പറ്റുന്നില്ല.
അപ്പം അപ്പം ഞാൻ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഒരു ഡ്രൈവർ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് വന്നിട്ട് മൂപ്പര് പറഞ്ഞത് എന്താ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് എന്നെ കുറേ സമയത്ത് ചെയ്തു. അപ്പം എന്നോട് പറഞ്ഞ് എല്ലാവരെയും ഫസ്റ്റ് ഡേ എങ്ങനെയായിരിക്കും, മൂപ്പർക്ക് ഇപ്പോഴും മൂപ്പരെ ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ട്, വേർത്ത് കുളിച്ചു പോയി സീനായിരുന്നു. അപ്പോൾ ഇതൊന്നും കാര്യമാക്കണ്ട, എല്ലാവരെയും ഫസ്റ്റ് ഡേ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ നിന്ന് എങ്ങനെയോ കഴിഞ്ഞ് അങ്ങനെ ഫസ്റ്റ് 2 ദിവസം ഞാൻ എങ്ങനെയല്ലോ ഞാൻ സക്സസ്ഫുള്ളി തിരിച്ച് പണി യാർഡിൽ തന്നെ എത്തി. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 3-ാമത്തെ ദിവസം ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി. പക്ഷെ അന്ന് എനിക്ക് ഒരു ഡബിൾ ഡെക്കർ ട്രെയിലറായിരുന്നു കിട്ടിയത്. അത് ഹൈറ്റ് കൂടുതലുള്ള ട്രെയിലർ അന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഈ ട്രക്കിന് സെപ്പറേറ്റ് സാറ്റ്നാവാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ സാധാ ഗൂഗിൾ മാപ്പിൽ വഴിയിട്ട് തന്നെയാണ് ഞാൻ പോണത്. അന്ന് എനിക്ക് പോകാനുള്ളത് ഷെഫീൽഡ് ബാൻസ്ലി എന്ന് പറഞ്ഞ ആ ഭാഗത്തോട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം ഞാൻ ഈ മാപ്പ് ഇട്ട് ഇങ്ങനെ പോയിട്ട് ഫുൾ കുറച്ച് കയറ്റവും വളവൊക്കെ അങ്ങനത്തെ ഒരു ചെറിയ റോഡിലൂടെ ഇങ്ങനെ എങ്ങനെയും പോയി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു ലോ ബ്രിഡ്ജിൻ്റെ സൈൻ വന്നു തുടങ്ങി, വാർണിംഗ് സൈന്. അതായത് ഇത്ര ഹൈറ്റിൽ ഉള്ള മേലുള്ള വണ്ടി പോകാൻ പാടില്ല, ബ്രിഡ്ജ് ഉണ്ട് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ വെച്ച് വേറെ ഡൈവേർഷൻ ഉണ്ടാവും വെച്ച് ഞാൻ പിന്നെയും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇതില്ലേ. അങ്ങനെ ഞാൻ നേരെ ഈ മാപ്പും ഫോളോ ചെയ്ത് ഞാൻ പോയി നേരെ ഈ ലോ ബ്രിഡ്ജിൻ്റെ തൊട്ട് മുന്നിലെത്തി. അതായത് കുറച്ച് ഞാൻ ആ ലോ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് എന്തായാലും ആ ബ്രിഡ്ജ് തട്ടായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ ഞാൻ ഒരു വലത്തോട്ട് റോഡുണ്ട്, ഞാൻ ആ വലത്തോട്ടുള്ള റോഡിലേക്ക് ഞാൻ വളച്ച് കയറ്റി ചെയ്യാൻ വേണ്ടി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വലത്തോട്ട് നിന്ന് എനിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് അവിടുന്ന് റിവേഴ്സ് ചെയ്ത് വന്ന വഴി ഞാൻ തിരിച്ചു പോകണം. അപ്പം എനിക്ക് എന്ത് നോക്കിയിട്ടും ഈ വണ്ടി ആ റോഡിൽ നിന്ന് എനിക്ക് വളച്ച് നേരെയാക്കി ഇപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ഫുൾ ഇപ്പം പോലീസ് വരും, അതായത് ബാക്കിലൊക്കെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി. ഞാൻ വെച്ച് ഇപ്പം പോലീസ് വരും, എൻ്റെ ലൈസൻസ് മീൻസ് കട്ടാവും, മീൻസ് പോയിന്റ് വരുമല്ലോ, അല്ലെങ്കിൽ റെക്ലെസ് ഡ്രൈവിങ്, കെയർലെസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കേസാതൊക്കെ ഞാനാകെ ടെൻഷൻ. ഇത് എന്ത് കളിച്ചിട്ട് എനിക്കിത് വളയ്ക്കാൻ പറ്റത്തില്ല. അപ്പം വേറെ 2 ആൾക്കാർ വന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഈ എന്താ പറയുക നമുക്ക് സൈഡ് പറഞ്ഞു തരാനും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞിരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ ട്രെയിലറും ഈ തലയും കൂടി നൂർത്താൻ പറ്റുന്നില്ല. അതായത് ഇപ്പം ട്രെയിലർ ഇങ്ങനെ വളഞ്ഞു, പക്ഷേ ഈ തല ഇങ്ങനെ തന്നെയുള്ളത്, അതെനിക്കിങ്ങനെ വളച്ച് നൂർത്താൻ പറ്റുന്നില്ല എന്ത് കളിച്ചിട്ടും. അങ്ങനെ ഞാനൊരു വേർത്ത് കുളിച്ച് സീനായി ടെൻഷനായി നിൽക്കുമ്പോൾ ഏതോ ഒരു എന്താ പറയുക ഒരു പെയിൻറ്റ് പണിക്കാൻ തോന്നുന്നു, ഡ്രസ്സിൽ മൊത്തം പെയിൻ്റൊക്കെ ആയിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ച്. അപ്പോഴാണ് ഞാൻ ഇത് ഇത്ര സിമ്പിളായിരുന്നു. ഞാനിത് കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് ഞാൻ ഇത് വളയ്ക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളി. ശരിക്കും ആ മൂപ്പര് അന്നേരം വന്നില്ലായിരുന്നു, ഞാൻ അവിടെ പെട്ടുപോയായിരുന്നു. കാരണം അത്രയും റോഡ് ബ്ലോക്കായി. അപ്പോൾ ആർക്കും മീൻസ് എനിക്ക് സൈഡിൽ നിന്ന് ഇത് പറഞ്ഞിരുന്ന ആൾക്കാർ പറയുന്നുണ്ട് നമുക്കിത് ഓടിക്കാൻ അറിയില്ല, പക്ഷേ സൈഡ് പറഞ്ഞുതരാന്നേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് വളയ്ക്കാന്നുള്ളത്? പക്ഷെ ആർക്കും അറിയില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇവൻ എവിടുന്നോ വന്ന് ഇവൻ നടന്നു പോവുകയും ചെയ്തു അങ്ങോട്ടേക്കോ. അന്നത്തോടെ ഞാൻ തിരിച്ചെങ്ങനെയല്ലോ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ യാർഡിലെത്തിയിട്ട് ഞാൻ നിർത്തി അവിടുന്ന് ജോലി. പിന്നെ ഈ നോർമൽ സ്മോൾ ചെറിയ ഈ ട്രെയിലർ അല്ലാത്ത വണ്ടി തന്നെ ഒരാഴ്ച ഓടിച്ച്. അങ്ങനെയാണ് പിന്നെ എനിക്ക് മുള്ളറിൽ ഉള്ള ഒരു ജോബ് വേക്കൻസി വന്നത്. അപ്പോൾ അവർ അസസ്മെൻറ്റിന് വിളിച്ചു, ഡ്രൈവിംഗ് അസസ്മെൻറ്റിന് വിളിച്ച്. അപ്പോൾ ഞാൻ പോയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അവിടുത്തെ ട്രെയിനറുണ്ട്. ഞാൻ അവരോട് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു, മറ്റേ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടാണ് പോയി. കാരണം എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടണം, ഈ ട്രെയിലർ ഓടിക്കണം ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. പക്ഷേ മുള്ളറിൽ പോയപ്പോൾ ഞാൻ സത്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് നേരെ സ്ട്രേറ്റ് എനിക്ക് ഓടിക്കാൻ അറിയാം, എനിക്ക് റിവേഴ്സ് ചെയ്യാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു 1 അവർ ഡ്രൈവ് പോയി. അതായത് സ്ട്രേറ്റുള്ള യാർഡിലെത്തിയിട്ട് പിന്നെയുള്ള അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യണം. അതായത് റിവേഴ്സ് ചെയ്ത് ഇവർ കറക്റ്റ് പ്രോപ്പർ റൂൾസ് ഫോളോ ചെയ്യുന്ന കമ്പനി. അതായത് കറക്റ്റ് എനിക്ക് റിവേഴ്സ് ചെയ്യാമെങ്കിൽ ഈ ബേയിലേക്ക് റിവേഴ്സ് ചെയ്യാൻ അറിയെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ. അസസ്മെൻറ്റ് നടത്തിയിട്ടാണ് ജോലി കിട്ടുക. ഇവിടെ എത്ര വലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും പുതിയ ആളാണെങ്കിലും ഒക്കെ അവർ അസസ്മെൻറ്റ് നടത്തി ഇവന് വണ്ടി ഓടിക്കാൻ അറിയോ റിവേഴ്സ് ചെയ്യാൻ അറിയോ എന്ന് നോക്കിയിട്ടാണ് അവർ ജോലി തരിക. ഒരു ബേയിലേക്ക് റിവേഴ്സ് ചെയ്ത് പാർക്ക് ചെയ്യാൻ പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ല. എങ്ങനെയല്ലോ മീൻസ് കുറച്ചൊക്കെ എങ്ങനെയല്ലോ ഒപ്പിച്ച്, പക്ഷേ പ്രോപ്പറായിട്ട് ചെയ്തില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ കുറേ ട്രെയിലർ നിർത്തിയ യാർഡ് കൊണ്ടുപോയിട്ട് 2 ട്രെയിലറിൻ്റെ നടുവിലേക്ക്, അതായത് 2 ട്രെയിലറിൻ്റെ ഇടയിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാനത് അവിടുന്ന് എനിക്ക് എന്തായിട്ട് ഇത് വളച്ചിതാക്കാൻ പറ്റുന്നില്ല. ഞാൻ മൂപ്പര് കാണിച്ചത് ഒന്നുകൂടി. അന്നൊരു 3ാമത്തെ പ്രാവശ്യം കഴിച്ച് എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരാം, ഇതിൽ നീ ഫെയിൽ ആവുകയാണെങ്കിൽ ഒന്നുമില്ല നമ്മൾ ചായ കുടിച്ച് ഗുഡ് ബൈ പറഞ്ഞ് പിരിയും, ഇതിൽ ആവുകയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ മൂപ്പര് ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. അതിലും വന്നില്ല. 5ാമത്തെ പിന്നെ പറഞ്ഞ് ഒരു ചാൻസ് എടുത്തരാം, 5ാമത്തെ പ്രാവശ്യം അതിലും ആവുന്നില്ല. അതുവരെ നല്ല കൂളായിട്ട് നിന്ന മനുഷ്യൻ പിന്നെ മൂപ്പരെ മൂടൊക്കെ മാറി. മൂപ്പര അവിടെ ദേഷ്യം പിടിച്ചിട്ട് മറ്റേന്താ പറയുക കാലൊക്കെ തട്ടുന്നത്, ദേഷ്യം കാണിക്കുന്നത്, ഞാൻ ചീത്ത പറയുന്നത്. അങ്ങനെ ഞാനില്ല, ഒന്നുകൂടി ഞാൻ ഒരു ചാൻസ് കൂടി തരാം, അടുത്ത് ഒരു ചാൻസ് കൂടി തരാം. ഇങ്ങനെ പിന്നെയും മൂപ്പര് വന്നിട്ട് എന്നെ സൈഡിലെത്തിയിട്ട് മൂപ്പര് വളച്ച് കാണിച്ചത് എങ്ങനെയാണ് തിരിക്കേണ്ടതാക്കേണ്ടത്. ഒരു ചാൻസ് എടുത്തില്ല. എനിക്ക് എന്താ പറ്റുന്നത്? എനിക്ക് അപ്പോഴത്തെ എനിക്ക് ടെൻഷനായി. ഞാൻ ഫുള്ള് വേർത്ത് കുളിച്ച് എനിക്കിങ്ങനെ വെച്ചാൽ എനിക്ക് ജോലിയും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയിലായി.
പക്ഷേ മൂപ്പരാണ് എന്നെ വിടുന്നില്ല. ഞാൻ നിനക്ക് ഓരോ പ്രാവശ്യം ഞാൻ ഫെയിൽ ആവാൻ പറയും, നിനക്ക് ഒരു ചാൻസ് കൊടുത്തരാം. അങ്ങനെ എങ്ങനെയല്ലോ 10ാമത്തെ 8ാമത്തെ ഇതിൽ ഞാൻ റിവേഴ്സ് ചെയ്ത് ആ 2 ട്രെയിലറിൻ്റെ ഇടയിലേക്ക് ഞാൻ റിവേഴ്സ് ചെയ്ത് കയറ്റി. അപ്പോൾ എന്നെക്കാട്ടിലും സന്തോഷം മറ്റേ പുള്ളിക്കായിരുന്നു. മൂപ്പര അവിടെ ഏതൊക്കെ പറഞ്ഞ് സുഖമായി. അപ്പോഴത്തേക്ക് ഞാൻ കൂടി വേർത്ത് കുളിച്ചു പോയിട്ട് അങ്ങനെ മൂപ്പര് ഇറങ്ങി എന്നെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞായത്, നീ സ്ട്രെയിറ്റ് ആയിട്ട് നല്ലപോലെ ഓടിക്കുന്നുണ്ട്, റിവേഴ്സ് ചെയ്യേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് നമ്മൾ എന്താ പറയുക ട്രെയിനിങ് തന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ ജോലിയിലേക്ക് കിട്ടിയത്. പിന്നെ അസസ്മെൻറ്റ് കഴിഞ്ഞ് മറ്റേ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഫസ്റ്റത്തെ ഒരാഴ്ച വേറെ ഡ്രൈവറെ കൂടെ പോയി, 2ാമത്തെ വീക്കും കൂടെ ആളുണ്ടായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ ഞാൻ പഠിച്ചത്. ഒന്നുമില്ല, ശരിക്കും ആ ട്രെയിലർ വളച്ചിട്ട് എനിക്ക് ട്രെയിലർ കറക്റ്റ് വളയുന്നുണ്ട്, ഈ യൂണിറ്റ് എനിക്ക് നൂർത്താൻ പറ്റുന്നില്ല. മീൻസ് എങ്ങനെയായാലും ഇത് ഓടിച്ച് ശീലമില്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ എന്തായാലും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ വർക്ക് ചെയ്ത് അതാണ് ചിലപ്പോൾ ഈ ഷോപ്പുകളിലേക്ക് മിൽക്ക് ഡെലിവറി ആയിരുന്നു. അതായത് ഇപ്പോൾ ടെസ്കോ, അസ്ദ, അൽദി എല്ലാ സൂപ്പർ മാർക്കറ്റില്ലേ, അപ്പോൾ അവിടത്തേക്കൊക്കെ നമ്മളാണ് മിൽക്ക് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും ആ ജോബിന് റിവേഴ്സിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്കിൽ സൈഡിലായിരിക്കും ഈ ഡെലിവറി സ്ഥലം ഉണ്ടാവുക. അത്രയും ഭയങ്കര ചെറിയ വഴിയായിരിക്കും, റിവേഴ്സ് ചെയ്യാൻ കുറച്ച് സ്ഥലമേ ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് റിവേഴ്സ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ പോയി എന്തായാലും പെട്ടുപോകും. അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയി സെറ്റായി. ഇപ്പം ഞാൻ ടാങ്കറാണ്, അതായത് മുള്ളർ മിൽക്കിൽ തന്നെ ഞാൻ ടാങ്കറിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അതായത് ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ജോബാണ്. രാവിലെ യാർഡിൽ പോകുമ്പോൾ ഇപ്പം നമുക്ക് ഒരു ഫിക്സഡ് റൂട്ട് ഉണ്ടാവും, അതായത് കുറച്ച് ഫാംസ് ഉണ്ടാവും. രാവിലെ വണ്ടി എടുത്ത് ഫാമിൽ അതായത് ഇവരെ ഈ ഡയറി ഫാമിൽ പോവുക, അവർ ടാങ്കിൽ നിന്ന് മിൽക്ക് കാക്കിയത് തിരിച്ച് നമ്മളെ യാർഡിലേക്ക് വരിക. അതായത് വേറെ ഒരു ഫിസിക്കൽ ഒന്നുമില്ല, ജസ്റ്റ് ഡ്രൈവ് ചെയ്യുക, അവിടെ പോവുക, ഫാമുകൾ മിൽക്ക് കാക്കിയത് തിരിച്ച് വരിക. ഭയങ്കര ഈസി ജോബാണ്. ശരിക്കും ഇപ്പോൾ ഈ ഫാമിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ റിവേഴ്സിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് ഒരിക്കലും ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരാൾക്കാർക്ക് പറ്റില്ല. കാരണം അത്രയും ചെറിയ ഫാമായിരിക്കും, കുറേ ദൂരം റിവേഴ്സ് ചെയ്ത് പോകാനുണ്ടാവും. നല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോബാണിത്. കാരണം ഒരു വേറെ ടെൻഷനില്ല, ഒന്നുമില്ല. ഫാമിൽ പോവുക, പശുക്കളെ കാണുക, അവിടുത്തെ ആൾക്കാരോട് ഫാമേഴ്സോട് സംസാരിക്കുക. പ്രത്യേകിച്ച് വേറെ ഇപ്പം ഞാൻ കണ്ടോ ഈ ഒരു ജോബിൽ ഒരു 10 കിലോയാണ് ഞാൻ വെയിറ്റ് കൂടിയത്. മീൻസ് ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ ഇരിക്കുകയല്ലേ അധിക സമയവും. പിന്നെ നല്ലപോലെ ഫ്രീ ടൈം ഉണ്ട്. മാക്സിമം ഞാൻ ഒരു ദിവസം ഒരു 3.5 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. ബാക്കി 5-6 മണിക്കൂർ വണ്ടിയിൽ വെറുതെ ഇരിക്കുക, ഫാമിൽ പോയി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ യാർഡിൽ വെയിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണത്.